ഹായ്, നിങ്ങളിപ്പോൾ ഒരു ബന്ധത്തിൽ തുടർന്നു കൊണ്ടിരിക്കുകയാണെങ്കിൽ, അതിൽ നിങ്ങൾ കംഫർട്ടബിൾ ആണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ബാഡായ ടോക്സിക്കായ ബന്ധത്തിലൂടെയാണെങ്കിൽ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാനുള്ള സമയമായി. പലരും ഇതുപോലത്തെ ടോക്സിക് ബന്ധങ്ങളിലെത്തി ഊരിപ്പോരാൻ കഴിയാതെ ബന്ധനത്തിലാവുന്നവരാണ്. നിങ്ങൾ ആദ്യം ഒഴിവാക്കേണ്ടത് ചുറ്റുപാടും നിന്നുള്ള ചോദ്യങ്ങളുടെ മേലുള്ള ഭയത്തെയാണ്. ഇത്രയും കാലമായില്ലേ നീ അവനുമായി ജീവിക്കാൻ തുടങ്ങിയിട്ട്, എന്നിട്ട് ഇപ്പോഴാണോ നിനക്ക് പ്രശ്നമുണ്ടായത്? നിനക്ക് നേരത്തെ അറിയാമായിരുന്നില്ലേ അവൾ അങ്ങനെയാണെന്ന്? ഈ ബന്ധത്തിൽ ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ടാവുമെന്നും? ഇത്രയും വർഷം കഴിഞ്ഞ് ഇപ്പോഴാണോ തീരുമാനമെടുക്കുന്നത്? ഇപ്പോഴാണോ ഒഴിഞ്ഞു പോരുന്നത്? ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വരും. അതിനോടുള്ള ഭയത്തെയാണ് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിച്ചു കളയേണ്ടത്. ഇത്തരത്തിൽ ടോക്സിക് ബന്ധങ്ങളിലുള്ള ഉള്ളിലെ അവസ്ഥ നിങ്ങൾക്ക് ഒരു വ്യക്തിയുമായി ജീവിച്ചു തുടങ്ങുമ്പോൾ മാത്രമേ മനസ്സിലാക്കാൻ ആവുകയുള്ളൂ. ആ ഒരു വ്യക്തിയുമായി നിങ്ങൾ ജീവിച്ചു തുടങ്ങുമ്പോൾ ആ വ്യക്തി അയാളുടെ സ്വഭാവത്തിൻ്റെ നല്ല വശങ്ങൾ മാത്രമേ ആദ്യത്തിൽ പുറത്തു കാണിക്കൂ. ബന്ധങ്ങളുടെ തുടക്കകാലങ്ങളിൽ നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ നിങ്ങളെ പിടിച്ചു നിർത്താൻ വേണ്ടി അവർ നിങ്ങളോടൊപ്പം നിൽക്കും. പിന്നീട് കുറച്ചു കഴിഞ്ഞായിരിക്കും അവർ അവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുക്കുന്നത്. എന്തെങ്കിലും ഒരു പ്രശ്നം നേരിടേണ്ട അവസ്ഥ വരുമ്പോൾ, അതുമല്ലെങ്കിൽ അവർ കൂടെ നിൽക്കേണ്ട സമയം വരുമ്പോഴൊക്കെ ആയിരിക്കും ചീത്ത സ്വഭാവം പുറത്തു വരുന്നത്. അപ്പോഴേക്കും നിങ്ങൾക്ക് അവരോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ അവരോട് ഒന്ന് പ്രതികരിക്കാനോ എതിർത്ത് നിൽക്കാനോ കഴിയുന്നുണ്ടാവില്ല. നിങ്ങൾ എതിർത്ത് പറയാൻ തുടങ്ങുകയാണെങ്കിൽ അവർ അപ്പോഴേക്കും നിങ്ങളുടെ ഏതെങ്കിലും ഒരു ചെറിയ ഇഷ്ടം നടത്തി തന്ന് നിങ്ങളെ ശാന്തരാക്കാൻ ശ്രമിക്കും. ഇനി നിങ്ങൾ അതിനെയും മറികടന്ന് എന്തെങ്കിലും ശക്തമായി പറയുകയാണെങ്കിൽ അപ്പോൾ അവർ ഇമോഷണൽ ഡ്രാമ കളിക്കും. നിനക്ക് വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടിട്ട് നീ എന്നോട് ഇത്തരത്തിൽ പറഞ്ഞൂലേ, നീ എന്തെങ്കിലും എന്നോട് ആവശ്യപ്പെട്ടിട്ട് ഞാൻ ഇന്നേ വരെ ചെയ്തു തരാതിരുന്നിട്ടുണ്ടോ? നീയെങ്കിലും എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിച്ചു. നിൻ്റെ അടുത്തു നിന്നും ഇങ്ങനെ ഒരു വാക്ക് കേട്ടുമ്പോൾ എനിക്ക് ജീവൻ പിടയുന്ന വേദനയുണ്ടായി. നിനക്ക് ഇപ്പോൾ എന്നോടൊരു സ്നേഹവുമില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ഇമോഷണലി വൈകാരികമായി തളർത്തി ശാന്തരാക്കാൻ ശ്രമിക്കും. ഇനി അത് വില പോവില്ലെന്ന് മനസ്സിലായാൽ അടുത്തത് പിന്നെ ഭീഷണിയായിരിക്കും. നീ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യ്, നിനക്ക് വേണ്ടെങ്കിൽ ഇട്ടേച്ചു പോയിക്കോ, ഞാൻ ഭ്രാന്തനായി കഴിഞ്ഞോളാം, മരിച്ചോളാം എന്നൊക്കെ ആയിരിക്കും. നിങ്ങൾ ഒന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി, നിങ്ങൾ അനുഭവിക്കുന്നത് മറ്റുള്ളവർക്ക് വെറും കഥകൾ മാത്രമാണ്. അനുഭവിക്കുന്നത് നിങ്ങളാണ്, നിങ്ങൾ മാത്രം. എനിക്ക് പറയാനുള്ളത്, ഇത്രയൊക്കെ അനുഭവിച്ച് വല്ലവരും അവരുടെ ടോക്സിക് ബന്ധങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നുണ്ടെങ്കിൽ അവരെ കുറ്റപ്പെടുത്താതിരിക്കുക. കാരണം അവർ അനുഭവിച്ചത് നിങ്ങൾക്ക് വെറും കഥകൾ മാത്രമാണ്. ബൈ മോട്ടിവേഷൻ മലയാളം.